ഹായ് ഓൾ, വാബിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 9th ക്ലാസ്സിലെ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ എന്നാണ്. നമുക്ക് ഉറപ്പായിട്ടും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്സിഡേഷൻ റിയാക്ഷനെയും റിഡക്ഷൻ റിയാക്ഷനെയും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനും. ഓക്സിഡേഷനും റിയാക്ഷനും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്സിഡേഷൻ റിയാക്ഷൻ ഈ കാണുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷനാണ്. എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വരുന്നത് ഒരു മെറ്റൽ ആറ്റം ആയിരിക്കും ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഈ കാണുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെന്ന്. അപ്പം പൊട്ടാസ്യം ഗീവ്സ് പൊട്ടാസ്യം എന്ന് പറയുന്ന കാറ്റയോൺ പ്ലസ് 1 ഇലക്ട്രോൺ. പൊട്ടാസ്യം ആറ്റം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത് വഴി ഒരു പോസിറ്റീവ് കാറ്റയോൺ ആയിട്ടാണ് മാറുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ റിയാക്ഷനും കാൽസ്യം എന്ന് പറയുന്ന ആറ്റം കാൽസ്യം കാറ്റയോൺ ആവുന്നത് 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതും ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. കാൽസ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആറ്റം ആണ്. മെറ്റൽ ആറ്റം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോഴാണ് ഒരു കാൽസ്യം കാറ്റയോൺ ആയിട്ട് മാറുന്നത്. ഇനി നോക്കുക, ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നോൺ മെറ്റൽ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. നോൺ മെറ്റലുകൾ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോഴാണ് അവർ ഒരു ആനയോൺ ആയിട്ട് മാറുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. അപ്പോൾ നോൺ മെറ്റൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോൾ അവർ നെഗറ്റീവ് ആയിട്ടുള്ള ആനയോണായി മാറുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. സെയിം റിയാക്ഷൻ ആണ് ക്ലോറിൻ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോഴാണ് Cl- എന്ന് പറയുന്ന ആനയോണായി മാറുന്നത്. സോ ഈ റിയാക്ഷനും ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മെറ്റൽ ആറ്റം ആയിരിക്കും. അത് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇവിടെ നോക്കിക്കോ, കാൽസ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആറ്റം ആണ്. ലെഫ്റ്റ് സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് മെറ്റൽ ആറ്റം. അപ്പോൾ മെറ്റൽ ആറ്റങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒറ്റയ്ക്ക് നിന്നാൽ അത് ഓക്സിഡേഷൻ റിയാക്ഷനും, നോൺ മെറ്റൽസ് ഒരു ഇലക്ട്രോണിന്റെ കൂടെ ചേർന്നിരിക്കുന്നത് കണ്ടാൽ അത് റിഡക്ഷൻ റിയാക്ഷൻ. നോൺ മെറ്റലുകൾ ഒരു ഇലക്ട്രോണിന്റെ കൂടെ ചേർന്നിരിക്കുന്ന റിയാക്ഷൻ കണ്ടാൽ അത് റിഡക്ഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ബാലൻസ് ചെയ്യാൻ, കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ Zn പ്ലസ് HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റൈറ്റ് സൈഡിൽ ഒരു നമ്പർ ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. എപ്പോഴും ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിരിക്കണം നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, നമുക്ക് റിയാക്റ്റൻസിലെയും പ്രോഡക്ട്സിലെയും ആറ്റംസിന്റെ എണ്ണം എടുക്കണം. സിങ്ക് ഇവിടെ 1 ആണ്. ഇപ്പുറത്തെ സൈഡിലും സിങ്ക് 1 ആണ്. സിങ്കിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ താഴെയോ വേറെ ഒരു നമ്പേഴ്സും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിങ്കിന്റെ എണ്ണം 1 ആണ്. ഇനി അടുത്ത ആള് HCl H. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഹൈഡ്രജൻ 2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ചേഞ്ചസ് വരുത്താനുണ്ട്. അവിടെ ഇരിക്കട്ടെ. വീണ്ടും Cl നോക്കുക. Cl ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സ് ഒന്നുമില്ല, റൈറ്റ് സൈഡിൽ താഴെ നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് Clന്റെ എണ്ണവും 1 ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ZnCl2 Cl ഉണ്ട്. Clന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സ് ഒന്നുമില്ല, പക്ഷെ റൈറ്റ് സൈഡിൽ താഴെ 2 Cl ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി H ഇവിടെ 1 ആണ്, ക്ലോറിനും 1 ആണ്. പക്ഷെ ഇവിടെ ക്ലോറിൻ 2 ആണ്, ഹൈഡ്രജനും 2 ആണ്. ഈ 1 എന്നുള്ള നമ്പേഴ്സിനെ നമുക്ക് മാറ്റി 2 എന്നുള്ളതാക്കണം. അപ്പൊ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. Zn പ്ലസ് Clനെയും ഹൈഡ്രജനെയും നമുക്ക് 2 ആക്കണം. അതുകൊണ്ട് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. നമ്മൾ വരുത്തിയ മാറ്റം എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന നമ്പറിനാണ് മാറ്റം വരുത്തിയത്. അതോടെ നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയ ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ HNO2. നൈട്രസ് ആസിഡിന്റെ അതായത് HNO2 നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. ഏതൊരു മോളിക്യൂളിന്റെയും അകത്തുള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പം മെത്തേഡ് എല്ലാത്തിലും സെയിം ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്
കുറച്ച് ആറ്റംസിന്റെ ഓക്സിഡേഷൻ നമ്പർ. അതായത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളതാണ്. ഹൈഡ്രജന്റെ +1 ആണ്, സോഡിയത്തിന്റെ +1, പൊട്ടാസ്യത്തിന്റെ +1, കാൽസ്യത്തിന്റെ +2, അലുമിനിയം +3, ഫ്ലൂറിൻ -1, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, നൈഡിന്റെ എല്ലാം -1 ആണ്. ഓക്സിജന്റെ ആണെങ്കിൽ -2. ഇത്രയും ആൾക്കാരുടെ എങ്കിലും കോമൺ ആയിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ എങ്കിലും ഓക്സിഡേഷൻ നമ്പർ പഠിച്ചു വെച്ചേക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എച്ച്. നമ്മുടെ മോളിക്യൂൾ ആരും നോക്കുക, HNO2 ആണ്. HNO2ലുള്ള നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മളോട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എച്ച് എടുക്കാൻ കാരണം നമുക്ക് അറിയാവുന്ന ആളുടെ ഓക്സിഡേഷൻ നമ്പറാണ് എടുക്കേണ്ടത്. അപ്പം ഓക്സിഡേഷൻ നമ്പർ ഓഫ് എച്ച് എന്ന് പറയുന്നത് +1 ആണ്. അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഇനി നമുക്ക് അറിയാനുള്ള ആളുടേത് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആളുടെ ഓക്സിഡേഷൻ നമ്പർ എക്സ് എന്നാക്കി എടുക്കുക. ഇനി ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ആറ്റം ഇൻ എ മോളിക്യൂൾ ഈസ് 0. അതായത് ഈ ഒരു മോളിക്യൂളിലെ മൊത്തം ആറ്റംസിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ സം ചെയ്താൽ അത് എപ്പോഴും 0 ആയിരിക്കണം. അതായത് എച്ചിന്റെയും എന്നിന്റെയും ഓക്സിജന്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ സം എടുത്താൽ =0 എന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മൾ കണ്ടുപിടിച്ച ഒരു സാധനം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി HNO2 പോവാം. അതിൽ നിന്ന് നമുക്കിനി മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ്, നമ്മൾ കാൽക്കുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് ×1 പ്ലസ് നൈട്രജനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് എക്സ് ഇൻറ്റു എത്ര നൈട്രജൻ ഉണ്ട്? ഒരാള് പ്ലസ് അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അതുകൊണ്ട് -2 ഇൻറ്റു എത്ര ഓക്സിജനാണ് ഉള്ളത്? 2 ഓക്സിജനാണ് ഉള്ളത്. അതുകൊണ്ട് ×2. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? +1 ഹൈഡ്രജൻ്റെതായതുകൊണ്ട് +1 ഇൻറ്റു ഒരു ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് 1 ഇട്ടത്. അപ്പം +1 × 1 +1 × 1 എന്ന് പറയുന്നത് +1 ആണ്. നമുക്കറിയാന്നുള്ള കാര്യമാണ്. പ്ലസ് ഈ എക്സ് എന്ന് പറയുന്നത് നൈട്രജൻ്റെതാണ്, നമുക്ക് അറിയാത്ത ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. അതുകൊണ്ട് XA × 1 എന്ന് പറയുന്നത് എക്സ് ആണ്. പ്ലസ് -2 എന്ന് പറയുന്ന ഓക്സിജന്റെ ഇതാ ഇവിടെ ഉണ്ട്, ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. അതുകൊണ്ട് -2 2 ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ട് ×2 എന്നിട്ടു. അപ്പോൾ -2 × 2 എന്ന് പറയുന്നത് -4 എന്ന് വരും. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞു എപ്പോഴും മോളിക്യൂൾസിലെ ആറ്റംസിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കണം. അതുകൊണ്ട് =0 കൂടി ഇട്ട് കൊടുക്കുക. =0 ഇട്ടു. ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ മതി. +1 പ്ലസ് എക്സ് മൈനസും പ്ലസ് എന്താവും? -4 =0. +1ഉം -4ഉം കൂടി ചെയ്യുക. അപ്പോൾ എക്സ് -3 എക്സ് അതുപോലെ എഴുതി +1ഉം -4ഉം -3 എന്ന് കിട്ടും. =0. എക്സ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന -3യെ =2ന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് +3 എന്നായി മാറും. ഇതാണ് ഈ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങാനും സംശയം വന്നു, ഞാൻ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യണം? നമ്മൾ ഇട്ട എല്ലാ ഓക്സിഡേഷൻ നമ്പറിനെയും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആൻസറും ശരിയാണ്. നോക്കിക്കോ, HNO2 ആണ് നമ്മുടെ മോളിക്യൂള്. ഹൈഡ്രജന്റെ വാല്യൂ എത്രയാ, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണ്. +1 ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അതുകൊണ്ട് ×1 പ്ലസ് നൈട്രജന്റെ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു, അതുകൊണ്ട് +3 ഇൻറ്റു എത്ര നൈട്രജനാ ഉള്ളത്? ഒരാള്. അപ്പം +3 × 1 പ്ലസ് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു 2 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 2. ഇത് നമ്മൾ നോർമലി മാത്സിൽ ചെയ്യുന്ന പോലെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടണം? 0 കിട്ടണം. 0 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഓക്സിഡേഷൻ നമ്പർ തെറ്റെന്നാണ് അർത്ഥം. +1 × 1 +1 തന്നെ, പ്ലസ് +3 × 1 +3 തന്നെ, പ്ലസ് -2 × 2 -4 ആണ്.
+1ഉം +3യും എത്ര കിട്ടും? +4. മൈനസും പ്ലസും കൂടി ചേർന്നാൽ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പം -4. +4ഉം -4ഉം വന്നാൽ നമ്മുടെ ആൻസർ 0. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ചെക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നമ്മുടെ ആൻസർ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബാലൻസ്ഡ് കെമിക്കൽ ഫോമുല ബാലൻസ് ചെയ്യാനായിരുന്നാലും ഇതേപോലെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിരുന്നാലും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് നല്ലപോലെ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വാബിൻ്റെ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് എത്താം. താങ്ക് യു.